വെച്ചിട്ട് അല്ലറ ചില്ലറ അൽക്കുലത്ത് പണികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്ലേ ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സാഡായിരുന്നു. അപ്പോൾ ആ ഒരു ദുരുദ്ദേശത്തോട് കൂടി ഓർഡർ ആക്കിയതായിരുന്നു എയർ ഡ്രൈ ക്ലേ. അതിൻ്റെ ഒപ്പം ദാ ഈ 3 ടൂൾസ് അവർ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. പക്ഷേ സാധനം കൈ കിട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് മൂഞ്ചി എന്ന് വേണമെങ്കിൽ പറയാം. ടൂൾസ് മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ടൂൾസ് തന്നെ നമുക്കങ്ങട് ഉണ്ടാക്കിയാൽ പോരേ ഇത്. അപ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ട് കേട്ടോ. ഇത് നമ്മുടെ മുട്ടായിയൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ പമ്പരം കാറ്റാടി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമാണ്. അപ്പോൾ ഇതും അതാ ഏകദേശം ഒരേ കളേഴ്സാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു റെഫറൽ പിക്ക് വെച്ചിട്ട് ഞാനും ഉണ്ടാക്കി നോക്കിയതാണ് ഈ ടൂൾസ്. അപ്പോൾ ഏകദേശം ഒരു റെഫറൽ ടൂളൊക്കെ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് വെച്ചിട്ട് എന്താ ഉപയോഗം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കഥയിൽ ചോദ്യമില്ല. ഉപയോഗമൊക്കെ സന്ദർഭത്തിനനുസരിച്ചിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ടൂളിൻ്റെ ഭാഗങ്ങളൊക്കെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. 2 നമ്മുടെ ഒരു കത്തിയുടെ ഷേപ്പിലും പിന്നെ ഒരെണ്ണം ഒന്ന് റൗണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ അറ്റം മുറിച്ച് കളയുന്നില്ല. ഒരു ടൂളിൻ്റെ അറ്റത്തായിട്ട് ചെറുങ്ങനൊരു വട്ടം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കും ഒരു റൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു പരിപാടി. അപ്പോൾ എന്തായാലും എൻ്റെ ടൂൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരമ്മ പെറ്റ അനിയന്മാരായില്ലെങ്കിലും ഒരമ്മ പെറ്റ അളിയന്മാരൊക്കെ അടുത്ത് കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫൈനൽ കണ്ടു നോക്കിയൊക്കെ രണ്ട് വെച്ചിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ടൂൾസ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടമായാൽ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ചുറ്റിലും എത്രകാലം പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. അതൊന്നും അങ്ങനെ വെട്ടിയെടുത്ത് നമുക്ക് ടൂൾ ഉണ്ടാക്കിയാൽ പോരെ. സിമ്പിളല്ലേ. പ്ലാസ്റ്റിക് ടൂൾസ് വേണ്ട കേട്ടോ. അല്ലാത്തവർക്കൊക്കെ മരത്തിൻ്റെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.